തലസ്ഥാനത്ത് DCC അധ്യക്ഷനാകാൻ നേതാക്കൾ തമ്മിൽ വടംവലി. പരിഗണനാ പട്ടികയിൽ 5-ലധികം പേരുകൾ. മുതിർന്ന നേതാക്കളുടെയും KC വേണുഗോപാലിന്റെയും ഇടപെടൽ നിർണായകമാകുമെന്ന് സൂചന. ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവിക്ക് പദവി നഷ്ടമായി. പകരം ചുമതല മാത്രമാണ് N ശക്തന് നൽകിയിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ AICC പുതിയ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരിഗണനാ പട്ടികയിൽ നിരവധി പേരുകളുണ്ട്. KC വേണുഗോപാലിന്റെ അനുയായിയും മുൻ KPCC സെക്രട്ടറിയുമായ മണക്കാട് സുരേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനി ചെമ്പഴന്തി അനിൽ, യുവജന നേതാവ് എന്ന നിലയിൽ ശബരിനാഥൻ എന്നിവരാണ് ആദ്യ 3 പേരുകാർ. മുതിർന്ന നേതാക്കളെ പരിഗണിച്ചാൽ ശരത്ചന്ദ്ര പ്രസാദ്, VS ശിവകുമാർ എന്നീ പേരുകളും പട്ടികയിലുണ്ട്. എന്നാൽ 16 കൊല്ലം മുൻപ് വഹിച്ച പദവി വീണ്ടും ഏറ്റെടുക്കാൻ VS ശിവകുമാർ തയ്യാറല്ല. KPCC വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ എത്തുമെന്നാണ് ശിവകുമാർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം തടയപ്പെട്ടു. പകരം DCC അധ്യക്ഷൻ പദവി വേണ്ടെന്നാണ് ശിവകുമാറിന്റെ നിലപാട്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു അവസരമാണ് ശിവകുമാറിന്റെ പ്രതീക്ഷ. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനി ചെമ്പഴന്തി അനിലിന് എതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കേസുകളും അദ്ദേഹത്തിന് തിരിച്ചടിയാകുമെന്നാണ് സൂചന. ഇവർക്ക് പുറമെ M വിൻസെന്റ് MLA പേരും ചില നേതാക്കൾ പുതുതായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. MLA പദവിയിൽ തുടരുന്നതിനാൽ അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യത കുറവെന്നാണ് സൂചന. തലസ്ഥാനത്തുള്ള മുതിർന്ന നേതാക്കളായ AK ആന്റണി, VM സുധീരൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പാലോട് രവി തുടരട്ടെ എന്ന നിലപാടാണ് മുരളീധരൻ നേതാക്കളെ അറിയിച്ചത്. പക്ഷേ അതിനുശേഷമാണ് ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവിയെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. പാലോട് രവിയെ നിർബന്ധിച്ച് രാജിവയ്പ്പിച്ചതിൽ മുരളീധരന് ഇപ്പോഴും നീരസമുണ്ട്. അതേസമയം തലസ്ഥാന ജില്ലയിലെ DCC അധ്യക്ഷന്റെ കാര്യത്തിൽ KC വേണുഗോപാലിന്റെയും ഇടപെടൽ അവസാനം നിർണായകമാകുമെന്നാണ് സൂചന. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.